കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൽ നടന്നത് വലിയ തർക്കങ്ങളായിരുന്നു. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടിയായിരുന്നു, മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയായിരുന്നു, വകുപ്പുകൾക്ക് വേണ്ടിയായിരുന്നു. ഇപ്പോഴിതാ പുതിയ അടി ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസിലും UDFിലും. കോൺഗ്രസിൽ മാത്രം ഒതുങ്ങി നിന്ന അടി UDFിലേക്കും എത്തിയിരിക്കുന്നു എന്നർത്ഥം. മുഖ്യമന്ത്രിയും UDF മന്ത്രിമാരും തമ്മിലാണ് ഇപ്പോഴത്തെ തർക്കം. കാര്യം മറ്റൊന്നുമല്ല, അതത് വകുപ്പുകളിൽ ആരെയൊക്കെ നിയമിക്കണം എന്നതിനെക്കുറിച്ചാണ് തർക്കം ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം കോൺഗ്രസിനകത്തെ തർക്കമാണ്. കോൺഗ്രസിനകത്തെ തർക്കം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള തർക്കമാണ്. ഏത് സർക്കാരിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് വെച്ചാൽ പോലീസ് വകുപ്പാണ്, ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നതാണ് എല്ലാ മന്ത്രിമാരുടെയും ആഗ്രഹം. ഇത്തവണ VD സതീശനും അതുതന്നെ ആഗ്രഹിച്ചിരുന്നു, മുഖ്യമന്ത്രിയും ഒപ്പം ആഭ്യന്തര വകുപ്പും. പക്ഷേ ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കാൻ നിർദ്ദേശിച്ചു. ഏറ്റവും സുപ്രധാനമായ വകുപ്പ് നൽകണമെന്നും നിർദ്ദേശിച്ചു. അത് മറ്റൊന്നുമല്ല, ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. നേരത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലയിലുള്ള പരിചയം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് നൽകി. പക്ഷേ VD സതീശന് ആഭ്യന്തര വകുപ്പിൽ ഒരു കണ്ണുണ്ട്, മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിൽ ഒന്ന് ഇടപെടാൻ തീരുമാനിച്ചു VD സതീശൻ. രമേശ് ചെന്നിത്തലയെ മറികടന്നു. എങ്ങനെയാണത് സാധിക്കുക? പൊതുഭരണ വകുപ്പാണ് IAS IPS ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കേണ്ടത്. സാധാരണ നടക്കാറുള്ളത് വകുപ്പ് മന്ത്രിമാർ ശുപാർശ ചെയ്യുന്നവരെ നിയമിക്കുക എന്നതാണ്. അതൊരു കീഴ്വഴക്കമാണ്. കാരണം ഓരോ മന്ത്രിമാർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരമുണ്ടാകണം. അത് ഒരുക്കി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. അത് ചെയ്യാതെ ആഭ്യന്തര വകുപ്പിൽ സുപ്രധാന പോസ്റ്റുകളിൽ നിയമിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ ആ സ്ഥാനങ്ങളിൽ നിയമിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് VD സതീശൻ. VD സതീശന് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് ആഭ്യന്തര വകുപ്പ് കൈപ്പിടിയിൽ ഒതുക്കണം. അതിനുവേണ്ടി VD സതീശൻ ഉദ്ദേശിക്കുന്ന ആളുകളെ വിവിധ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിയമിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി എന്ന നിലയിൽ കൈകാര്യം ചെയ്യും. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല, മന്ത്രി എന്ന നിലയിൽ അവിടെ ഇരുന്നാൽ മതി. ഇതാണ് VD സതീശന്റെ നിലപാട്. അത് സമ്മതിച്ചു കൊടുക്കില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എൻ്റെ വകുപ്പിൽ മുഖ്യമന്ത്രി പോലും ഇടപെടേണ്ട കാര്യമില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രധാന അഴിച്ചുപണി ഒന്നും നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആഭ്യന്തര വകുപ്പിൽ. അതോടൊപ്പം മുഖ്യമന്ത്രി മറ്റൊരു കളിയും കൂടി കളിച്ചു. ഘടകകക്ഷി മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഇടപെടുക. അതിൽ ഏറ്റവും പ്രധാനം മുസ്ലിം ലീഗിന്റെ വകുപ്പുകളിൽ ഇടപെട്ടു എന്നതാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പുകളിൽ ഇടപെട്ടു എന്നാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പായ വ്യവസായ വകുപ്പിൽ ഡയറക്ടറെ നിയമിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി അറിയാതെ. കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പിന് കീഴിലുള്ള KSIDC ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ MDയെ നിയമിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി അറിയാതെ. കുഞ്ഞാലിക്കുട്ടി അറിയാതെ വ്യവസായ വകുപ്പിൽ നടത്തിയത് 3 സുപ്രധാന നിയമനങ്ങളാണ്. സ്വാഭാവികമായും കുഞ്ഞാലിക്കുട്ടി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഷിബു ബേബി ജോൺ പ്രതിഷേധിച്ചു. ഷിബു ബേബി ജോണിന്റെ വകുപ്പുകളിൽ നിയമനം നടത്തുന്നത് ഷിബു ബേബി ജോണിനോട് ചോദിക്കാതെ. കോൺഗ്രസിന്റെ മന്ത്രി തന്നെയാണ് AP അനിൽകുമാർ. AP അനിൽകുമാർ KC പക്ഷത്താണ്. അതുകൊണ്ട് ഒരു കണ്ണ് അവിടെ വേണം എന്നതുകൊണ്ട് AP അനിൽകുമാറിന്റെ വകുപ്പിലും അദ്ദേഹത്തോട് ആലോചിക്കാതെ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ തുടങ്ങിയവർക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം മന്ത്രിസഭയിൽ ഉന്നയിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇതുവരെയും ഉന്നയിച്ചതായി വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. മിണ്ടാതിരിക്കെയാണ് അവസരം കിട്ടുമ്പോൾ തിരിച്ചടിക്കാൻ VD സതീശന് എതിരെ ഒത്തൊരുമിച്ച് നീങ്ങാൻ. സ്വാഭാവികമായും അത്തരമൊരു നീക്കമുണ്ടാകുമ്പോൾ മുൻപന്തിയിൽ ഉണ്ടാകുക കുഞ്ഞാലിക്കുട്ടിയായിരിക്കും, ഒപ്പമുണ്ടാകുക രമേശ് ചെന്നിത്തലയായിരിക്കും. എന്ന് വെച്ചാൽ VD സതീശന്റെ ഭരണം ഈ രീതിയിലാണെങ്കിൽ അധികകാലം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. കോർ ഗ്രൂപ്പ് മന്ത്രിസഭയ്ക്ക് അക്കത്ത് രൂപം കൊള്ളും. അതിന് നേതൃത്വം കൊടുക്കുക കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ VD സതീശന് മുന്നോട്ട് പോവുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. പൊതുഭരണ വകുപ്പ് കയ്യിൽ വെച്ച് IAS IPS ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാം എന്നാണ് ഇപ്പോൾ VD സതീശൻ കണക്ക് കൂട്ടുന്നത്. അതിനെ എങ്ങനെ മന്ത്രിമാർ ചെറുക്കും? അതാണ് UDFിൻ്റെ ഈ മന്ത്രിസഭയുടെ ഭാവി നിർണ്ണയിക്കുക.